ആ കാണുന്ന ജബൽ ഹജൂൻ്റെ അടിഭാഗത്താണ് പരിശുദ്ധ മക്കയിലെ മഖ്ബറത്തുൽ മുഅല എന്ന് പറയുന്ന പ്രസിദ്ധമായ ഖബറിസ്ഥാൻ. ആ മലയുടെ നേരെ അടിഭാഗത്താണ് ഖദീജ ബി റളിയല്ലാഹു അൻഹ അടക്കമുള്ള ഉന്നതരായ പലരും മറവോട്ട് കിടക്കുന്നത്. ആ ഒരു പാർട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നടുക്കൂടെ റോഡ് പോകുന്നുണ്ട്. ആ റോഡ് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലും മഖ്ബറത്തുൽ മുഅല ഉണ്ട്. അതായത് രണ്ട് പാർട്ട് നടുക്കൂടെ റോഡ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഖബറുകൾ കാണാം. അതായത് ഇവിടെ ഒരു ഖബറും നേരെ ആ കാണുന്ന ഒരു ഖബറും, അതിന് നടുക്കൂടെ നടന്നു പോകാനുള്ള ഒരു വഴിയും. ഈ രണ്ട് ഖബറുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മാൻ്റെയും മോൻ്റെയും ഖബറാണ്. ഖദീജ ബി റളിയല്ലാഹു അൻഹ കഴിഞ്ഞാൽ പിന്നെ ഈ മക്കയിൽ മറവോട്ട് കിടക്കുന്ന ഏറ്റവും ഉന്നതരായ രണ്ട് പേരും കൂടിയാണ് ഇവർ. മറ്റാരുമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായ അസ്മാ ബി റളിയല്ലാഹു അൻഹയും അവരുടെ മകനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമാണ് ഈ രണ്ട് ഖബറിൻ്റെ ആളുകൾ. ഒരുപാട് പ്രത്യേകതയുള്ള ഒരാളാണ് അസ്മാ ബി റളിയല്ലാഹു അൻഹ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകളാണ്, ആയിഷ ബീവിൻ്റെ സഹോദരിയാണ്, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങൾ. ഏറ്റവും അവസാനമായിട്ട് വഫാത്തായ മുഹാജിറാത്തുകൾ, അത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയാൽ ഏറ്റവും അവസാനമായി വഫാത്തായ അസ്മാ ബീവിയാണ്. ഏകദേശം 100 വർഷത്തോളം ജീവിച്ച ഒരു മഹദിയാണ്. അതിലപ്പുറം അവരുടെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ 4 തലമുറ സഹാബത്താണ്. അതായത് അവർ സഹാബിയത്താണ്. അവരുടെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അവരുടെ വല്യുപ്പ അബൂ ഖുഹാഫ അവരും സഹാബിയാണ്. അതേപോലെ അസ്മാബിയുടെ മകനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹും സഹാബിയാണ്. അതായത് 4 തലമുറ, മകന്, ഉമ്മ, ഉപ്പ, വല്യുപ്പ, 4 പേരും സഹാബത്തായിട്ടുള്ള ഒരു അപൂർവത കൂടിയുള്ള ഒരാളാണ് അസ്മാ ബി റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ തൻ്റെ പിതാവും തൻ്റെ ഭർത്താവും തൻ്റെ സഹോദരിയും സ്വർഗ്ഗത്തിലാണ് എന്ന് ഈ ലോകത്ത് ആർക്കെങ്കിലും പറയാൻ കഴിയുമായിരുന്നെങ്കിൽ അത് ഈ അസ്മാ ബി റളിയല്ലാഹു അൻഹക്കായിരുന്നു. കാരണം അവരുടെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഭർത്താവായിരുന്നു സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, സഹോദരിയായിരുന്ന ആയിഷ റളിയല്ലാഹു, 3 പേരും സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ്. അതുപോലെ തന്നെ മകനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഒരു പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും എല്ലാവരും ഒന്നടങ്കം സന്തോഷിച്ച ഒരു ജനനം തന്നെയായിരുന്നു മഹാൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. കാരണം പരിശുദ്ധ മദീനയിലേക്ക് മക്കക്കാരെല്ലാവരുടെ ഹിജ്റ ചെന്ന സമയത്ത് അവിടെയുള്ള ജൂതന്മാർ പറഞ്ഞു പറ്റി, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ല, ഞങ്ങൾ സിഹർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അസ്മാ ബി റളിയല്ലാഹു അൻഹ ഗർഭിണിയായിരുന്നു. ഇവിടുന്ന് പോകുന്ന സമയത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയം അങ്ങനെ മദീനയിലെത്തി ആദ്യമായിട്ട് പ്രസവിച്ച ആദ്യത്തെ ആൺകുട്ടിയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ജൂതന്മാരുടെ ആ സിഹറൊന്നും ഫലിച്ചിട്ടില്ല, ഞങ്ങൾക്കും കുട്ടികളുണ്ടാവുമെന്ന് മനസ്സിലാക്കിയ സഹാബത്ത് സന്തോഷം കൊണ്ട് എന്ത് ചെയ്തിരുന്നു, അല്ലാഹു അക്ബർ തക്ബീർ വിളിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ആ കാണുന്ന ഹജൂൻ മലയുടെ ഈ താഴ്വാരത്തായിട്ടാണ് ഇവർ രണ്ടുപേരും മറവോട്ട് കിടക്കുന്നത്.